ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ യോക്ക് കുർത്തിയുടെ പാറ്റേൺ ഡ്രാഫ്റ്റിംഗ് ആയിരുന്നു ചെയ്തിരുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ അതിൻ്റെ സ്റ്റിച്ചിങ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണുക കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫ്രണ്ട് പാറ്റേണിൻ്റെ യോക്ക് പോർഷൻ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്തോട്ട് നമ്മൾ ലൈനിങ് ക്ലോത്ത് ഇതേപോലെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിൻ്റെ കഴുത്ത് ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പിൽ തയ്ച്ചെടുക്കുക കേട്ടോ. നമ്മൾ പാറ്റേൺ ഡ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് കഴുത്തിന് നമ്മൾ 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വെച്ചിട്ടായിരുന്നു പാറ്റേൺ വരച്ചത്. അതുകൊണ്ട് തന്നെ നമ്മൾ തയ്ക്കുമ്പോഴും ആ 1/4 ഇഞ്ച് തയ്യൽ തുമ്പിൽ തന്നെ ആയിരിക്കണം നമ്മൾ തയ്ച്ചെടുക്കേണ്ടത് കേട്ടോ. പിന്നെ നമുക്ക് ആ ഒരു കഴുത്തൊക്കെ തിരിച്ചിടാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് കുഞ്ഞി കുഞ്ഞി നോച്ചസ് കൊടുക്കുക. നോച്ചസ് ഇട്ടതിന് ശേഷം കഴുത്ത് ഒന്നും കൂടി ഉറപ്പിൽ കിട്ടാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ നോച്ചസും നമ്മുടെ ലൈനിങ്ങും കൂടെ ചേർത്ത് വെച്ച് ഒരു എഡ്ജ് സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതേപോലെ തന്നെ ക്ലോത്ത് തിരിച്ചിടുക. എന്നിട്ട് മെയിൻ ക്ലോത്ത് നമ്മുടെ ലൈനിങ്ങിൻ്റെ അതേ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ യോക്ക് പാറ്റേൺ നമ്മുടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു പാറ്റേണിൻ്റെ താഴത്തോട്ടുള്ള പോർഷനാണ് ഇനി ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ താഴത്തെ പാർട്ടിൽ പ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഫോൾഡ് ചെയ്ത് അവിടുന്ന് ഒരു 4.25 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു മെയിൻ ക്ലോത്തിൽ അല്ലേ. അപ്പോൾ അതിന് മുൻപേ തന്നെ നമുക്ക് എത്ര ലെങ്ത്തിലാണ് ശരിക്കും പ്ലീറ്റ് ചെയ്തെടുക്കേണ്ടത്, നമ്മുടെ ലൈനിങ്ങിൻ്റെ ലെങ്ത് എത്രയാണ്, 22 ഇഞ്ച്. ആ 22 ഇഞ്ചിലായിരിക്കണം നമ്മൾ മെയിൻ ക്ലോത്ത് പ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടേണ്ടത് കേട്ടോ. അപ്പം ഞാൻ ഇതേപോലെ മെയിൻ ക്ലോത്തിൻ്റെ സെൻറ്റർ പോർഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. സെൻറ്ററിൽ നിന്ന് 2 വശത്തോട്ടുമുള്ള ആ ഒരു പ്ലീറ്റ് ഇടാനായിട്ടുള്ള ഗ്യാപ്പും മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ നമുക്ക് 8.5 ഇഞ്ചിലായിരിക്കണം നമുക്ക് ആ ഒരു പ്ലീറ്റിങ് ഇട്ട് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അത് ഞാൻ 1/2 ഇഞ്ചിലാണ് ഞാൻ പ്ലീറ്റിങ് ഇവിടെ കൊടുക്കുന്നത്. ഇവിടെ പ്ലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് കാൽക്കുലേഷൻസ് ഒന്നുമില്ല. നമ്മൾ പ്ലേറ്റ് ഇട്ടതിന് ശേഷം നമ്മുടെ ലൈനിങ്ങിൻ്റെ ലെങ്ത്തുമായിട്ട് നമ്മൾ മെയിൻ ക്ലോത്തിൻ്റെ ലെങ്ത്ത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഒത്തിരി അടിങ്ങിയൊക്കെ പ്ലേറ്റ്സ് കിടക്കണമെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ക്ലോത്ത് ഉണ്ടായിരിക്കണം. പക്ഷെ അങ്ങനെ അത്രയും പ്ലേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു സ്പേസ് നമ്മൾ കൊടുക്കുമ്പം നമ്മുടെ കുർത്തിയുടെ താഴത്തോട്ട് ജോയിനിങ് വരും എന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ പ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടൊന്ന് ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് 24 ഇഞ്ചാണ് വന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ 2 സൈഡിലോട്ടും വീണ്ടും ഒരു 1/2 ഇഞ്ചിലൊന്ന് പ്ലേറ്റ് കൊടുത്തു അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് ഞാൻ വീണ്ടും അതിൻ്റെ ആ ഒരു ടോട്ടൽ ലെങ്ത് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് കറക്റ്റ് 22 ഇഞ്ച് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താ, നമ്മുടെ ആ ഒരു പ്ലേറ്റ്സ് ഒന്ന് തയ്ച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് നല്ലോണം ഒന്ന് അയൺ ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ റോങ് സൈഡിലോട്ട് ലൈനിങ് വെച്ചിട്ട് ആ ഒരു യോക്ക് പോർഷനിൽ ഒരു 1/2 ഇഞ്ചിലൊന്ന് തയ്ച്ചെടുക്കുക. അപ്പോൾ ഫ്രണ്ട് പാർട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്ക് പോർഷൻ ആണ് ചെയ്യേണ്ടത്. ബാക്ക് പാർട്ട് നമ്മൾ ഫ്രണ്ടിൽ യോക്ക് ചെയ്തതുപോലെ തന്നെ നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ റോങ് സൈഡിലോട്ട് ലൈനിങ് ഇടുക. എന്നിട്ട് കഴുത്ത് ഒരു 1/4 ഇഞ്ചിൽ തയ്ച്ചെടുക്കുക കേട്ടോ. ഇവിടെ അതേപോലെ തന്നെ നമ്മൾ നോച്ചസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ കഴുത്തിന് കുറച്ചും കൂടെ ഉറപ്പ് കിട്ടണമെങ്കിൽ നമ്മുടെ ആ ഒരു ലൈനിങ്ങും നോച്ചസും കൂടെ ചേർത്ത് വെച്ച് ഒരു എഡ്ജ് സ്റ്റിച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു കഴുത്തിനൊക്കെ നമുക്ക് ഉറപ്പ് കിട്ടും. എന്നിട്ട് നല്ലോണം അയൺ ചെയ്തെടുത്താൽ മതി. ഇനി നമ്മൾ നമ്മുടെ മെയിൻ ക്ലോത്തും ലൈനിങ്ങും നമ്മൾ ഡാട്ട് എവിടം വരെയാണോ വരച്ചിരിക്കുന്നത് ആ ഭാഗം വരെ ആയിരിക്കും ഒരുമിച്ച് തയ്ക്കുന്നത് കേട്ടോ. അതിനുശേഷമായിരിക്കും രണ്ടും സെപ്പറേറ്റ് ചെയ്ത് തയ്ക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുർത്തിയുടെ 2 വശത്തും ആ ഡാട്ട് തീരുന്ന ഭാഗത്തൊരു മാർക്കിങ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി ഡാട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഇതേപോലെ ക്ലോത്ത് വിരിച്ചിടുക. ഡാട്ടിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റും എൻഡിങ് പോയിന്റും ഇതേപോലെ പിടിച്ചിട്ടൊന്ന് തിരിച്ചിടുക. എന്നിട്ട് നമ്മൾ ആ വരച്ച ആ ഒരു ലൈൻ ഉണ്ടല്ലോ അതിൽ കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നേരത്ത് ഡാട്ട് വന്ന് തീരുന്ന ഭാഗത്ത് നീഡിൽ കുത്തി എടുക്കരുത്. തയ്ച്ചിങ് ഇറക്കി വേണം എടുക്കാൻ. അതായത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് അടിച്ചിങ് ഇറക്കണം. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു നല്ലൊരു ഫിനിഷിങ് കിട്ടും കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഡാട്ടിന് ഒന്നും കൂടെ ഉറപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 വട്ടമൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഡാട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്ന ഭാഗത്തും നമ്മൾ സ്റ്റിച്ചിങ്ങിന് തയ്ച്ചിങ് ഇറക്കിയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്കിത് ഇതേപോലെ ഒരു നേരത്തെ ഒരു ലൈൻ പോലെ നമുക്ക് ഫീൽ ചെയ്യാവുള്ളൂ. ചുളുങ്ങലൊന്നും വരരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഡാട്ട് തീരുന്ന ഭാഗത്ത് തയ്ച്ചിറക്കുവാണെങ്കിൽ നമുക്ക് നല്ല ഫിനിഷിങ് കിട്ടും. അപ്പം നല്ലോണം അയൺ ചെയ്താൽ മതി. ഇനിയൊന്നുമില്ല, നമ്മൾ കുഞ്ഞു പിള്ളേർക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്തില്ലേ അതേപോലെ തന്നെ നമ്മൾ നല്ല വശവും വെക്കുക. ബാക്ക് സൈഡ് അതായത് ബാക്ക് പാറ്റേണിൻ്റെ ലൈനിങ് ഫ്രണ്ടിലെ ഭാഗത്തോട്ട് കവർ ചെയ്യുന്ന രീതിയിൽ വെച്ചിട്ട് 1/2 ഇഞ്ചിൽ ഷോൾഡർ തയ്ച്ചെടുക്കുക കേട്ടോ. അത് ഈ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. അതായത് നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ ലൈനിങ് നിവർത്തുക. അതിന് നമ്മൾ ഫ്രണ്ട് പാർട്ടിലോട്ട് ഇതേപോലെ കവർ ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ 1/2 ഇഞ്ചിൽ തയ്ച്ചെടുക്കുക. കുഞ്ഞു പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ഇത് ഭയങ്കര സിമ്പിളാണ് തയ്ച്ചെടുക്കാനായിട്ട്. കാരണം ഉടുപ്പിന് അധികം ലെങ്ത് ഇല്ലല്ലോ. കുർത്തിയിലൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ.
അപ്പം നമ്മളിതാ ഇതേപോലെയായിരുന്നു തയ്ച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആ ഒരു ക്ലോത്ത് ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ആ തയ്യൽ തുമ്പ് ഉള്ളിലോട്ട് പൊയ്ക്കോളും. അപ്പോൾ നമുക്ക് ഷോൾഡർ പോർഷനൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. ഇനി നമുക്ക് നമ്മുടെ യോക്ക് പാർട്ടിൽ പ്ലീറ്റ് ചെയ്ത പോർഷൻ ഇതേപോലെ നല്ല വശവും ചേർത്ത് വെച്ചിട്ട് നമ്മൾ തയ്ച്ചെടുക്കാൻ നേരം നമ്മുടെ പ്ലീറ്റിങ്ങിനെ സെൻറ്ററിൽ വെച്ചിട്ട് രണ്ട് സൈഡിലോട്ടും തയ്ച്ചെടുക്കുക കേട്ടോ. എങ്കിലേ നമുക്ക് ആ ഒരു പ്ലീറ്റിങ് കറക്റ്റ് സെൻറ്റർ പോർഷനിലായിട്ട് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ ചരിഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ ഇനി സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ഷോൾഡറെല്ലാം അറ്റാച്ച് ചെയ്തിട്ട് എങ്ങനെയാണോ ചുരിദാർ ഇടുന്നത് അതേപോലെ നിവർത്തിയിടുക. ഇത് ഫ്രണ്ട് ആണ്, ഇത് ബാക്ക് ആണ്. ഇനി കൈക്കുഴിയുടെ ഈ അറ്റഭാഗം, സ്ലീവ് ജോയിൻ ചെയ്യുന്നതിൻ്റെ ഈ അറ്റഭാഗം ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒരേ ലെവലിൽ വെക്കുക. കണ്ടോ, ഒരേ ലെവലിൽ വെക്കുക. വെച്ചതിന് ശേഷം ബാക്കിയുള്ളത് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ തൂത്ത് കൊടുക്കുക. അപ്പൊ തൂത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മളിത് തിരിച്ചിട്ട് നോക്കുമ്പോൾ കണ്ടോ, ഫ്രണ്ടിലെ പാർട്ട് എന്ന് പറയുന്നത് 1/2 ഇഞ്ച് ഇറങ്ങിയായിരിക്കും ഇരിക്കുന്നത്. ഇതാണ് ഇതിന്റെ ഷോൾഡർ ലൈൻ എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് 1/2 ഇഞ്ച് ഇറങ്ങിയായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ സാധാരണ ഡ്രസ്സൊക്കെ നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മുടെ സെന്റർ പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു ഷോൾഡർ ലൈൻ ആയിരിക്കും അല്ലെ. പക്ഷെ നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന കേസിൽ നമ്മുടെ സെന്റർ പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് ആയിരിക്കും. ഈ ഷോൾഡർ ലൈൻ അല്ല, ഈ ഒരു പോയിന്റ് ആയിരിക്കും നമ്മുടെ സെന്റർ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വന്ന സെന്റർ പോയിന്റ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ രണ്ട് സ്ലീവിലും ആ ഒരു സെന്റർ പോയിന്റ് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി സ്ലീവ് നമുക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഈ കിട്ടിയിരിക്കുന്ന സെന്റർ പോയിന്റിൽ നിന്നായിരിക്കണം നമ്മൾ ടേപ്പ് വെച്ച് നമ്മുടെ കൈക്കുഴിയുടെ അറ്റം വരെ മെഷർ ചെയ്യേണ്ടത്. അതായത് നമ്മുടെ കുർത്തിയുടെ തയ്യൽ തുമ്പ് വരെ മെഷർ ചെയ്തെടുക്കുക. അപ്പൊ നമുക്ക് കിട്ടുന്ന ആം റൗണ്ട് എന്ന് പറയുന്നത് ഒരു സൈഡിലോട്ട് 10 ഇഞ്ചാണ്. അപ്പൊ നമ്മളിത് മെഷർ ചെയ്യുമ്പോഴത്തേക്കും ബാക്ക് പാറ്റേൺ ആണ് മെഷർ ചെയ്യുന്നത് കേട്ടോ, ഫ്രണ്ട് പാറ്റേൺ അല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്ക് കിട്ടിയിരിക്കുന്ന 10 ഇഞ്ചിൽ നിന്ന് 1 ഇഞ്ച് കുറയ്ക്കുക. അപ്പം നമുക്ക് 9 ഇഞ്ച് കിട്ടും. ആ 9 ഇഞ്ചാണ് ഞാൻ ആദ്യം ഒരു ഹോറിസോണ്ടൽ ലൈൻ പോലെ മാർക്ക് ചെയ്തത്. ആ പോയിന്റിൽ നിന്ന് താഴത്തോട്ട് നമ്മുടെ സ്ലീവ് ഡെപ്ത് മാർക്ക് ചെയ്യണം. അത് ഞാൻ 3.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. 3.5 ഇഞ്ച് എന്ന് പറയുന്ന ഒരു കോമൺ വാല്യൂ ആട്ടോ. അത് എൽബോ സ്ലീവിനൊക്കെ നമുക്ക് അത്രയും കൊടുക്കാം. ഫുൾ സ്ലീവ് ഒക്കെ ആണെങ്കിൽ നമുക്കൊരു 3.25 അല്ലെങ്കിൽ 4 ഇഞ്ച് വരെയൊക്കെ കൊടുക്കാം കേട്ടോ. ഇനി അത് കഴിഞ്ഞ് നമ്മളൊരു 2 ഇഞ്ച് നീക്കി മാർക്ക് ചെയ്തു. അവിടുന്ന് നമ്മൾ താഴത്തോട്ട് വരച്ച പോയിന്റിലോട്ട് ഒരു ചരിച്ചൊരു ലൈൻ വരച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ലൈനിന്റെ സെന്റർ പോയിന്റ് ഇതേപോലെ നമ്മൾ ടേപ്പ് വെച്ച് കണ്ടുപിടിക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് ഷേപ്പ് കൊടുക്കുക. അതായത് ആ സെന്റർ പോയിന്റിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു എസ് ഷേപ്പ് പോലെ കൊടുക്കുക. നിങ്ങൾക്ക് വീഡിയോ നോക്കിയാൽ മനസ്സിലാവും. സ്ലീവിന്റെ ഡീറ്റെയിൽഡ് ഡ്രാഫ്റ്റിംഗ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സ്ലീവ് ഒന്നുകൂടെ മനസ്സിലാവും കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതേപോലെ ടേപ്പ് വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് കിട്ടേണ്ട കറക്റ്റ് ആം റൗണ്ട് 10 ഇഞ്ചാണ്. അത് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ആ ഒരു ലൈൻ ഒന്നും കൂടെ മാർക്കറിലൊന്ന് തെളിച്ച് വരയ്ക്കുക കേട്ടോ. ഇനി സ്ലീവ് എത്തുന്നില്ല എന്നുള്ളവർക്കാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനിപ്പോൾ ചെയ്ത പോലെ ഒരു 1/2 ഇഞ്ചും കൂടെ ആ ഒരു എസ് ഷേപ്പ് ഒന്ന് ഇച്ചിരിയും കൂടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കാവുന്നേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് സ്ലീവിന്റെ ഫുൾ ലെങ്ത് ആണ്. ഞാൻ 12 ഇഞ്ചാണ് എടുക്കുന്നത്. അതിനോടൊപ്പം തയ്യൽ തുമ്പ് എല്ലാം കൂടെ ചേർത്ത് ഞാൻ 13.5 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. അതായത് താഴെ 1 ഇഞ്ചും പിന്നെ സ്ലീവ് ജോയിൻ ചെയ്യാനായിട്ട് 1/2 ഇഞ്ചും. എന്നിട്ട് നമുക്ക് താഴത്തെ എൽബോ റൗണ്ട് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് 5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ ഒരു 1/4 ഇഞ്ച് ലൂസും കൂടെ കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആ മുകളിലത്തെ ലൈനിന്റെ എൻഡിങ്ങും താഴെ മാർക്ക് ചെയ്ത പോയിന്റ് തമ്മിൽ കണക്ട് ചെയ്തു. നമ്മൾ തയ്യൽ തുമ്പും കൂടെ ചേർത്തായിരുന്നു ആം റൗണ്ട് വരച്ചതല്ലേ, അതുകൊണ്ട് തന്നെ നമ്മൾ 1 ഇഞ്ച് അകത്തോട്ടാണ് നീക്കി മാർക്ക് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് ആ പോയിന്റും നമ്മൾ ലൂസ് ഉൾപ്പെടെ എൽബോ റൗണ്ടിൽ മാർക്ക് ചെയ്ത പോയിന്റും കൂടെ കണക്ട് ചെയ്യുക. ഇനി നമുക്കിത് മെയിൻ ക്ലോത്തിലോട്ട് ട്രേസ് ചെയ്യണം. അപ്പോൾ എനിക്കിവിടെ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് 2 തുണി തമ്മിൽ നടുക്കുന്ന ജോയിൻ ചെയ്യേണ്ടി വന്നു. കാരണം നമ്മൾ ഈ ഒരു കുർത്തി ഫ്രണ്ട് പാറ്റേണും ബാക്ക് പാറ്റേണും സെപ്പറേറ്റ് ചെയ്ത് കട്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു അവസ്ഥ വന്നത് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ ജോയിനിങ് വരണ്ടെന്നാണെങ്കിൽ നിങ്ങൾ 3 മീറ്റർ എങ്കിലും ക്ലോത്ത് എടുക്കുക. ഇങ്ങനെ ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് 2.5 മീറ്റർ മതിയാകും. അപ്പം നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇനി ചെയ്യേണ്ടത് ഫ്രണ്ട് ആം റൗണ്ട് നമുക്ക് കുഴിച്ച് കട്ട് ചെയ്യണം അല്ലേ. അപ്പം അതിനായിട്ട് നമ്മുടെ 2 സ്ലീവിൻ്റെ പാറ്റേണും നല്ല വശവും ഇതേപോലെ ഒരുമിച്ച് വെക്കുക.
നല്ല വശവും ഒരുമിച്ച് വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഒരു 2 ഇഞ്ച് നീക്കി സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ടായിരുന്നു പിന്നീട് നമ്മൾ സ്ലീവിന് ഷേപ്പ് കൊടുത്തത് അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ ആ 2 ഇഞ്ച് ഞാൻ നമ്മുടെ സെൻറ്റർ പോയിന്റിൽ നിന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞ് വരുന്ന ആ ഒരു കേർവിങ് ഉണ്ടല്ലോ, ആ കേർവ് വരുന്ന ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് താത്തി വരച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക കേട്ടോ. അതായത് നമ്മൾ ഫ്രണ്ട് ആം റൗണ്ട് എത്രയാണോ കുഴിച്ചു കൊടുത്തത് അത്രയും തന്നെ നമ്മൾ സ്ലീവിനും കുഴിച്ചു കൊടുക്കണം. അപ്പം നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ് നീക്കി മാർക്ക് ചെയ്ത ആ പോയിന്റിലായിരിക്കണം നമ്മൾ ഈ കുഴിച്ചു വരയ്ക്കുന്ന ലൈൻ വന്ന് ടച്ച് ചെയ്യാൻ കേട്ടോ. അത് കഴിഞ്ഞും പോവരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. അത് ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ പ്രിന്റഡ് ക്ലോത്ത് ഒക്കെ ചെയ്യാൻ നേരത്ത് നല്ല വശവും ഒരുമിച്ചിട്ടിട്ട് വേണം ഇതേപോലെ നമുക്ക് ഫ്രണ്ട് ആം റൗണ്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട്. എങ്കിലേ നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ഫ്രണ്ട് ആം റൗണ്ട് കട്ട് ചെയ്ത ഭാഗം നമുക്ക് അറിയാനായിട്ട് ഒരു നോച്ച് ഞാൻ ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നുമില്ല, ഇത് നമുക്ക് നമ്മുടെ ബോഡി പാർട്ടുമായിട്ട് അറ്റാച്ച് ചെയ്യണം. അതിനു മുമ്പ് ഇതേപോലെ ഒന്ന് 2 സൈഡിലോട്ടും ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട് ഇട്ട് നോക്കുക. അന്നേരം നോച്ച് ചെയ്ത ഭാഗം നമുക്ക് ഒരേ സൈഡിൽ കിട്ടണം, മറ്റേ ഭാഗം ഓപ്പോസിറ്റ് സൈഡിലും കിട്ടണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്തത് കറക്റ്റ് ആണെന്നാണ് അർത്ഥം. ഇനി ഒന്നുമില്ല, നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്യണം. സ്ലീവ് ജോയിൻ ചെയ്യുമ്പോഴും നമ്മൾ ഷോൾഡറിന്റെ ആ ഒരു സെന്റർ ലൈൻ ഉണ്ടല്ലോ, അവിടെ അല്ല ജോയിൻ ചെയ്യേണ്ടത്. നമ്മൾ ഓൾറെഡി സെന്റർ പോയിന്റ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ആ പോയിന്റിലായിരിക്കണം സ്ലീവിന്റെ സെന്റർ പോയിന്റ് വെച്ച് ജോയിൻ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ജോയിൻ ചെയ്യാൻ നേരം നമ്മൾ ഫ്രണ്ട് ആം റൗണ്ടിന്റെ അവിടെ ഒരു നോച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ നോച്ച് നമ്മൾ ഫ്രണ്ട് സൈഡിലോട്ട് വരുന്ന രീതിയിൽ സ്ലീവ് വെച്ചിട്ട് വേണം തയ്ക്കാനായിട്ട് കേട്ടോ, അല്ലെങ്കിൽ തിരിഞ്ഞു പോകും. നമ്മുടെ നോച്ച് ഫ്രണ്ട് ആം റൗണ്ടിന്റെ ഭാഗത്താണ് കൊടുത്തത്. അപ്പോൾ സ്ലീവ് ബോഡി പാർട്ടുമായിട്ട് അറ്റാച്ച് ചെയ്യുമ്പോഴും ആ നോച്ച് ഫ്രണ്ട് സൈഡിലോട്ട് വരുന്ന രീതിയിൽ വേണം വെക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ സെന്ററിൽ നിന്ന് 2 സൈഡിലോട്ടും തയ്ച്ചെടുക്കുക. അപ്പം അങ്ങനെ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു തയ്യൽ തുമ്പ് കണ്ടോ, അത് മുകളിലോട്ടാകുന്ന രീതിയിൽ വേണം നമ്മൾ തയ്ച്ചെടുക്കാനായിട്ട് കേട്ടോ. പിന്നെ സ്ലീവിന്റെ അറ്റം നമ്മൾ മടക്കി അടിച്ചിട്ടുണ്ട്. ഇനി ഒന്നുമില്ല, സൈഡ് ജോയിൻ ചെയ്യുകയാണ്. നമുക്കിതിപ്പം കുഞ്ഞു പിള്ളേരുടെ പോലെ എല്ലാം തയ്യൽ തുമ്പ് കാണാത്ത രീതിയിൽ വലിയവരുടെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതിനൊരു ഫിനിഷിങ് ഉണ്ടാവത്തില്ല കേട്ടോ. അപ്പം എപ്പോഴും നല്ലത് നമ്മൾ ഓവർലോക്ക് ചെയ്യുന്നേ ആയിരിക്കും. ഇനി ബാക്ക് നമ്മളൊരു 6.5 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 6.25 ഇഞ്ചിൽ ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഇത് ഹൈനെക്ക് ആവുമ്പം നമുക്ക് പുറകിൽ ഓപ്പണിംഗ് വരണം, അല്ലെങ്കിൽ തല കയറത്തില്ല. അപ്പം ഞാൻ ആ ഒരു ലൈൻ കവർ ചെയ്യാനായിട്ട് ഞാനൊരു 13 ഇഞ്ച് നീളവും 1.25 ഇഞ്ച് വീതിയിലുള്ള ഒരു തുണി, ഒരു സ്ട്രെയിറ്റ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനത് ഇതേപോലെ സെൻറ്ററിൽ നിന്നൊന്ന് മടക്കി വീണ്ടും ഒരു ഫോൾഡ് കൊടുത്തു 1/4 ഇഞ്ചിൽ. അങ്ങനെ ഞാൻ മടക്കി അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്നുമില്ല, ഇനി ഈ ഒരു കട്ടിങ് നമുക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലെ ഒരു സ്ട്രെയിറ്റ് പീസ് എടുത്തിരിക്കുന്നത്. അപ്പം അതിനി നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ചെയ്യുക. നമ്മളൊന്ന് ആ ഒരു പീസ് ഇച്ചിരി ഒന്ന് മുകളിലോട്ടൊന്ന് കയറ്റി വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ഭാഗം നമ്മൾ ഉള്ളിലോട്ട് മടക്കിയിട്ട് നമ്മൾ ഈ ഒരു പീസിനെ കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതായത് നമ്മുടെ ഈ ഒരു സ്ട്രെയിറ്റ് പീസിനുള്ളിലായിരിക്കണം നമ്മുടെ കുർത്തിയുടെ ആ ഒരു കട്ടിങ് വരാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ കുറച്ച് നാൾക്ക് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനതിവിടെ മേളിൽ കൊടുക്കാം. ഇതിൻ്റെ ഒന്നും കൂടി ക്ലോസർ വേർഷനിൽ നിങ്ങൾക്ക് കാണണമെങ്കിൽ അത് കണ്ടു നോക്കിയാൽ മതി കേട്ടോ. ഇതിങ്ങനെ തയ്ച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു കട്ടിങ്ങിൻ്റെ കോർണറായിട്ട് നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം എത്തുമ്പോഴത്തേക്കും ഇതേപോലെ ക്ലോത്ത് ഇങ്ങനെ ചരിച്ച് വെച്ചിട്ട് നമ്മൾ തുണി ഇങ്ങനെ വലിച്ച് ആ സ്ട്രെയിറ്റ് പീസിൻ്റെ ഉള്ളിലോട്ട് ഇതേപോലെ വെക്കുക കേട്ടോ. ഒത്തിരി വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തുണി കീറിപ്പോകും. അതല്ലാണ്ട് നമ്മൾ വെക്കുക. അപ്പം അങ്ങനെ ആ ഒരു കോർണർ ഭാഗം എത്തുമ്പം നമ്മളത് നല്ല പതുക്കെ തന്നെ ചെയ്യുക. ഒരു ചുളിവുകളൊന്നും അവിടെ വരരുത്. അങ്ങനെ ചുളിവുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് തയ്ക്കാൻ നേരം അവിടെ ഒരു ഫിനിഷിങ് ഉണ്ടാവത്തില്ല കേട്ടോ. ഇതേപോലെ ആ ഒരു സ്ട്രെയിറ്റ് പീസിന് ഉള്ളിലോട്ട് നമ്മുടെ കുർത്തി ഇതേപോലെ ചുളിവൊന്നും ഇല്ലാണ്ട് ആ ഒരു കോർണർ പോർഷൻ എത്തുമ്പം ചുളിവൊന്നും ഇല്ലാണ്ട് നമ്മൾ തയ്ച്ചെടുക്കുക. അതേപോലെ തന്നെയാണ് അതിൻ്റെ അറ്റം, അതായത് അതിൻ്റെ അവസാനം വരുമ്പോഴും നമുക്ക് മിച്ചം വരുന്ന എക്സസ് ആയിട്ടുള്ള ക്ലോത്ത് ഉള്ളിലോട്ട് മടക്കി വെച്ചിട്ട് തയ്ച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു സെൻറ്റർ പോയിന്റ് ഞാനിപ്പോൾ കാണിച്ച ആ ഒരു കോർണർ ഭാഗം നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു കോർണർ പോയിന്റ് വരെ
ഒരു സൈഡ് നമ്മൾ മടക്കി അടിക്കും, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ ഒന്നും ചെയ്യത്തില്ല. എങ്ങനെയാണോ കിടക്കുന്നത് അതേപോലെ ഇടും. ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കും. ആ കോർണർ പോയിന്റ് വരെ നമ്മൾ മടക്കി കൊടുക്കത്തുള്ളൂ. ആ പോയിന്റ് വരെ നമ്മൾ തയ്ച്ചും എടുക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ അത് നമുക്ക് വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്നുകൂടെ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നമ്മൾ ആദ്യം ആ ഒരു കോർണർ പോയിന്റ് ചോക്ക് വെച്ച് മാർക്ക് ചെയ്യുക. ആ പോയിന്റ് വരെ നമ്മൾ ഇതേപോലെ ഒന്ന് മടക്കി വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. ഈ ഒരു ചോക്കിന്റെ മാർക്കിങ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ ഒരു പോയിന്റ് എത്തുന്നിടം വരെ നമ്മൾ തയ്ച്ചെടുക്കുക കേട്ടോ. ആ പോയിന്റ് എത്തിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ നീഡിൽ കുത്തി നിർത്തുക. കുത്തി നിർത്തിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇച്ചിരി ഒരു ലോക്ക് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ തിരിച്ചു വെച്ചിട്ട് അടിച്ചിങ് ഇറക്കുക. അവിടെ ഒരു ചെറിയൊരു ലോക്ക് കൊടുക്കുക. അപ്പോൾ ഒരു സൈഡ് ഇതേപോലെ മടങ്ങിയിരിക്കും, മറ്റേ സൈഡ് ഇങ്ങനെ ഓപ്പൺ ആയിട്ടും ഇരിക്കും. അപ്പോൾ അവിടെ നല്ല നീറ്റ് ആയിട്ട് തന്നെ നമുക്ക് ഫിനിഷിങ്ങിൽ കിട്ടും. എന്നിട്ട് ഹുക്ക് കൊടുത്ത് ചെയ്തെടുത്താൽ മതി. ഇനി ഒന്നുമില്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു നമ്മൾ ടക്ക് പോയിന്റിന്റെ അവിടം വരെ ഒരുമിച്ച് വെച്ചാണ് തയ്ക്കുന്നതെന്ന്. അതേപോലെ ഞാൻ രണ്ട് സൈഡും ഒരുമിച്ച് വെച്ച് തയ്ച്ചിട്ടുണ്ട്. അതിനുശേഷം എന്താ ചെയ്യേണ്ടത്, നമ്മൾ ലൈനിങ് ബാക്കിലോട്ട് ആക്കുക. മെയിൻ ക്ലോത്ത് മാത്രം ആ സ്റ്റിച്ചിങ് ചെയ്ത് നിർത്തി ആ പോയിന്റിൽ നിന്ന് താഴത്തോട്ട് ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പിൽ തയ്ച്ചിങ് ഇറക്കുക. അപ്പം നമ്മൾ മെയിൻ ക്ലോത്ത് അതേപോലെ എടുത്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആ മെയിൻ ക്ലോത്തിന് ഉള്ളിലോട്ട് ആക്കിയിട്ട് ലൈനിങ് രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് വീണ്ടും ഒരു 1/2 ഇഞ്ചിൽ നമ്മൾ തയ്ച്ചിങ് ഇറക്കുക കേട്ടോ. അതേപോലെ തന്നെ താഴെ നമ്മൾ മടക്കി അടിക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു കുർത്തിയുടെ സ്റ്റിച്ചിങ്. അപ്പോൾ ഈ ഒരു കുർത്തിയുടെ സ്റ്റിച്ചിങ് പാർട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.